ഇനി വിദേശ വാർത്തകളിലേക്ക്. ഇസ്രയേലിലേക്ക് ഗസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം നടത്തി പലസ്തീൻ സംഘടന. മധ്യ ഗസയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും ഗസ സിറ്റിയിലും ഇസ്രയേൽ ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. വിവരങ്ങളുമായി പി ജെയിംസ് ചെയ്യുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ മനുഷ്യൻ മരിക്കാത്ത യുദ്ധമുഖം ഏതെങ്കിലും ഉണ്ടോ പി? എല്ലാ യുദ്ധമുഖങ്ങളിലും മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് കെ. ഇത് മാത്രമല്ല, അത് ഒന്നോ രണ്ടു പേരല്ല. ഇപ്പോൾ ഗസയിൽ മാത്രം 23 ലക്ഷം പേര് മാത്രം താമസിക്കുന്ന ഗസയിൽ ഇപ്പോൾ തന്നെ 44,900 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതിൽ ഭൂരിപക്ഷം പേരും സ്ത്രീകളും കുട്ടികളുമാണ്. അത് തന്നെ ഒരു യുദ്ധത്തിൻ്റെ ഭീകരമായിട്ടുള്ള ഒരു മുഖമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വരുന്ന വാർത്ത, ഇസ്രായേലിലേക്ക് ഗസയിൽ നിന്ന് ഈ പാലസ്തീൻ ഇസ്ലാമിസ്റ്റ് ജിഹാദ് എന്ന പലസ്തീൻ സംഘടന 2 റോക്കറ്റുകൾ തൊടുത്തിരിക്കുന്നു, അവിടെ നാശങ്ങൾ സംഭവിച്ചു എന്ന വാർത്തയാണ്. ഇസ്രായേലാണ് തിരിച്ച് ഗസയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെസ്ബുള്ള ആണെങ്കിൽ ലെബനിൽ നിന്ന് തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ ഗസയിൽ ആക്രമണം ശക്തമായ ശേഷം ഹമാസിന് വലിയ രീതിയിലുള്ള ശക്തി ശോഷണം സംഭവിച്ച ശേഷം വലിയ രീതിയിൽ ഇസ്രായേലിലേക്ക് ഗസയിൽ നിന്ന് ആക്രമണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതിന് വിപരീതമായി പാലസ്തീൻ ഇസ്ലാമിസ്റ്റ് ജിഹാദ് സംഘടന, അവർ ഹമാസ് കഴിഞ്ഞാൽ ഗസയിൽ ഏറ്റവും ശക്തിയുള്ള സംഘടനയാണ്. അവർ റോക്കറ്റുകൾ അയച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ബദലായി ഇസ്രായേലിയുടെ ബോംബർ വിമാനങ്ങൾ മധ്യ ഗസയിൽ നസ്രത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ, ഗസ സിറ്റിയിൽ, അതിനടുത്തുള്ള സെറ്റിൽമെൻറ്റ്സിലൊക്കെ വലിയ രീതിയിലുള്ള ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 45,000-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് ഗസയിൽ നിന്ന് വരുന്നത്. അവിടെ പട്ടിണിയാണ്. മനുഷ്യർക്ക് വരുന്ന ജീവകാരുണ്യതായിട്ട് ഭക്ഷ്യ വസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകൾ തടഞ്ഞിട്ട് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു. അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഈ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് ഈ തരത്തിലുള്ളത് നടക്കുന്നത്. ലെബനനിലും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേലിനെതിരെ ഹെസ്ബുള്ളയുടെ റോക്കറ്റുകളും വരുന്നു എന്ന വാർത്തയുണ്ട്. അതിനിടയിലാണ് SKN സിറിയയിൽ ഇപ്പോഴും സംഭവവികാസങ്ങൾ അട്ടർ കൺഫ്യൂഷനിലാണ്. കാരണം ഒരു ഇടക്കാല സർക്കാർ അൽ ബഷീറിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഭരണമാറ്റം സംബന്ധിച്ചുള്ള ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരേണ്ടതുണ്ട്. ഇപ്പോഴും വ്യക്തമായിട്ടില്ല. സിറിയയിൽ അതിനിടയിൽ കുർദിഷ് കമാൻഡർ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സിറിയയിലാണ് കുർദിഷ് ആൾക്കാർക്ക് ശക്തിയുള്ളത്. അവരുടെ ഒരു പ്രാദേശിക ബദൽ സർക്കാർ തന്നെ അവിടെ റൺ ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ 1000 സൈനികരെ അവർക്ക് വേണ്ടി പിന്തുണയുമായുണ്ട്. പ്രത്യേകിച്ച് ISന്റെ വരവ്, ISന്റെ വലിയ ജയിലുകളുണ്ട്. SKN ഏതാണ്ട് 45,000 ISകാരെ ഈ കുർദിഷുകാരാണ് ഗാർഡ് ചെയ്ത് നിൽക്കുന്നത് അമേരിക്കയുടെ പിന്തുണയോടെ. അവരെ തുറന്നു വിടുന്ന രീതിയിൽ തുർക്കി അവിടെ കയറി ആക്രമണം നടത്തുന്നു. ഇങ്ങനെ തുടർന്നാൽ ആഭ്യന്തര കലാപമുണ്ടാവുമെന്ന് സിറിയയിൽ നിന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടയിൽ സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ടുപോയ പ്രസിഡന്റ് ബഷാർ അൽ അസാദ് റഷ്യയിൽ സുഖമായിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. അദ്ദേഹം ഏതാണ്ട് 20 വലിയ ആഡംബര ഫ്ലാറ്റുകൾ റഷ്യയിൽ വാങ്ങിയിട്ടുണ്ട്. 50 വർഷം അച്ഛനും മോനും കൂടി കൊള്ളയടിച്ച സ്വത്ത് മുഴുവൻ റഷ്യയിൽ കൊണ്ടുവന്ന് ചെലവഴിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. SKN പി റഷ്യൻ യുക്രൈൻ യുദ്ധമുഖത്തു നിന്നും വലിയ അപകടം പിടിച്ച വാർത്തയാണല്ലോ ഇത്. റഷ്യൻ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം, അതിങ്ങനെ തീമഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല സെലൻസ്കി ഇന്നൊരു വാർത്തയുമായി വന്നിട്ടുണ്ട്. ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഇടപെട്ട് ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. അദ്ദേഹം തളർന്നു എന്ന് തോന്നുന്നു. SKN യുക്രൈൻ യുദ്ധം 3 വർഷത്തിലേക്ക് എത്താൻ ഇനി 2 മാസം കൂടിയേ ഉള്ളൂ. ഫെബ്രുവരി 24 എത്തുമ്പോൾ യുദ്ധം തുടങ്ങി 3 വർഷം തികയാണ്. SKN ഓർക്കുന്നുണ്ട് ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയ ദിവസം നമ്മളൊരു ദിവസം നിർത്താതെ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചത്. ഒരുപക്ഷെ 1-2 ആഴ്ച കൊണ്ട് റഷ്യ യുക്രൈനെ കീഴടക്കുമെന്നാണ് അന്ന് മാധ്യമ വിദഗ്ധർ, യുദ്ധ നിരീക്ഷകരൊക്കെ പറഞ്ഞത്. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ട് ഉക്രൈൻ കീഴടങ്ങിയിട്ടില്ല എന്നുള്ളത് വലിയൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്, അദ്ദേഹം പറയുന്നത് വെടിനിർത്തൽ, അതിന് അമേരിക്ക ഇടപെടുന്ന പ്രശ്നമില്ല, നിങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെ രാജ്യങ്ങൾ കൂടി വെടിനിർത്തലിന് നേതൃത്വം നൽകണം. അപ്പുറത്ത് ചൈന റഷ്യയെ നിർബന്ധിക്കണം യുദ്ധം നിർത്താൻ. ആര് പറഞ്ഞാലും കേൾക്കാതെ നിൽക്കുകയായിരുന്നു. എന്തായാലും റഷ്യക്ക് ഇപ്പോഴത്തെ ഒരു വീണ്ടും വിചാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം റഷ്യയുടെ പിന്തുണയിലാണ് സിറിയയിലെ ബഷാർ അൽ അസാദിൻ്റെ സർക്കാർ, ഇറാൻ്റെയും പിന്തുണയിലാണ് നിന്നത്. ഇത്തവണ വിമതരെ ഇടിച്ചു കയറിയപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല റഷ്യക്ക്. റഷ്യയുടെ പോർ വിമാനങ്ങൾ വന്നെങ്കിലും പഴയ പോലുള്ള ശക്തിയിലായിരുന്നു. കാരണം റഷ്യയുടെ ആയുധ ശേഖരവും ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്ളാഡിമിർ പുടിൻ ഒരുപക്ഷെ വെടിനിർത്തലിന് സമ്മതിച്ചേക്കാം. പക്ഷേ
1/5 യുക്രൈൻ്റെ പിടിച്ചെടുത്ത ഭാഗങ്ങൾ റഷ്യ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ശക്തി കൂട്ടാനാണ് SKN ഈ മണിക്കൂറുകളിൽ വൻ ആക്രമണമാണ് നടത്തുന്നത്. 200ഓളം ഡ്രോണുകൾ, 100ഓളം മിസൈലുകൾ പതിച്ചിരിക്കുന്നു. അതും ഊർജ്ജ കേന്ദ്രങ്ങളിലാണ്. ഇപ്പോൾ വിൻ്റർ സമയമാണ്, തണുത്ത് വിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർത്താൽ വീടിനുള്ളിൽ തണുത്ത് വിറച്ച് മനുഷ്യർ മരിച്ചു പോവും, ഇല്ലെങ്കിൽ അവർ തളർന്ന് പിന്നോട്ട് പോകും. വ്ളാഡിമിർ സെലൻസ്കി വല്ലാത്ത ഒരു ആശങ്കയിലാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞ് അമേരിക്ക പിൻവാങ്ങുമെന്നുള്ള ധ്വനി നൽകിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. ട്രംപിൻ്റെ ഒരു സ്ട്രാറ്റജി കൂടിയാണ്. ഉക്രൈനെ കൈവിടില്ലെന്ന് പറയുമ്പോഴും ഉക്രൈനെ വെടിനിർത്തലിന് നിർബന്ധിക്കുന്ന രീതിയിലാണ് ട്രംപ് പെരുമാറുന്നത്. ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ ആശങ്കയുണ്ട്. ജർമ്മനിയോടും ഫ്രാൻസിനോടും ബ്രിട്ടനോടും ഇടപെടാനാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല. പക്ഷേ ജോ ബൈഡനാണ് ഇതുവരെ യുദ്ധം പിടിച്ചു നിർത്തിയത്. വലിയ രീതിയിൽ ആയുധശേഖരം കൊടുത്തു. ഇപ്പോഴും അമേരിക്കൻ മിസൈലുകൾ റഷ്യക്കുള്ളിലേക്ക് പ്രയോഗിക്കുന്നുണ്ട് ഉക്രൈൻ. അതിന് ബദലായിട്ടാണ് വളരെ പ്രകോപിതനായിട്ടുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ രീതിയിലുള്ള വൻ ആക്രമണം ഉക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം നിർബന്ധിച്ച് സെലൻസ്കിയെ കൊണ്ട് പിൻവാങ്ങിപ്പിക്കുക എന്ന തന്ത്രമായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ഒരു സോഫ്റ്റ് കോർണറും ഉണ്ട് ട്രംപിന്. ഓക്കെ, ബി ജെയിംസ്, താങ്ക് യു. ഇനി നാളെ കാണാം.